ചില സമയത്ത് ഏത്തപ്പഴം മേടിച്ച് വെച്ചിരുന്ന ഒന്നിച്ചങ്ങ് പഴുത്തു പോകും. ഒരുപാടങ്ങ് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനും നമുക്ക് തോന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇലയടയാണത്. സൂപ്പർ ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. ഒരു അര ഗ്ലാസ് ശർക്കരപ്പാനി മതി, നമ്മുടെ മധുരത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഒരു അര ഗ്ലാസ് ശർക്കരപ്പാനി എടുത്ത് ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ആ ശർക്കരയിലിട്ടൊന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അര ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഏലക്കായും കൂടി ചതച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് ഇതുപോലെ സ്റ്റീമറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ 4 ഏത്തപ്പഴമാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പപ്പൊടിയാണ് ചേർക്കുന്നത്, പാക്കറ്റിൽ മേടിക്കുന്ന അപ്പപ്പൊടി. അപ്പോൾ ഞാൻ 200 ml കപ്പിന് 1 കപ്പ് അപ്പപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം പൊടി ആവശ്യത്തിനുള്ളതായോ ഇല്ലയോ എന്ന്. പൊടി വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവാണെങ്കിൽ കുറച്ചും കൂടെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. എല്ലാ സ്ഥലത്തും അരിപ്പൊടി എല്ലാ സ്ഥലത്തും ഒരേപോലെ വരാൻ പാകത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ചുകൂടി പൊടിയുടെ കുറവുള്ളത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട്. കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്ന രീതി മാറി. ഇനി ഒട്ടും അരിപ്പൊടി ചേർക്കണ്ട. ഇതാണ് ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മളൊരു വാഴയില നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ മാവ് വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. കൈ ഒട്ടി പിടിക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് കൈ നനച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കനം കുറച്ച് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര തേങ്ങ ഫില്ലിംഗ് ഇല്ലേ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതുപോലെ മടക്കുക. പടയുടെ 2 അറ്റവും ഒന്ന് കൂട്ടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇതുപോലെ. അതിന് ശേഷം ഇല ഈ രീതിയിൽ മടക്കുക. അപ്പം നമ്മുടെ ഒരു ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുക. ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ചില കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു അടയാണ്, ഹെൽത്തിയാണ്. ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു സ്റ്റീമറിലേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു
നാടൻ ഇലയുടെയാണ്. ഇനി ഏത്തപ്പഴമൊക്കെ ഇരുന്ന് പഴുത്ത് പോവുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. താങ്ക് യു.